Hi, it's me, Chef Anita. I'm here to introduce you the best Indian restaurant in Brisbane. So today I'm here at Dhammaram, Stafford Heights. ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് ഓൾമോസ്റ്റ് 3 years ആയിക്കാണ്. ഈ 3 yearsൽ ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ദമ്മാറമ്മിലായിരിക്കും. ഈ ദമ്മാറമ്മിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും എൻ്റെ കംഫർട്ട് ഫുഡും കിഴി ബിരിയാണിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ കംഫർട്ട്നെസ് ഒക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കുറച്ച് കേരള ഡിഷാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടുത്തെ മെനു വായിക്കുമ്പോൾ ഇവിടുത്തെ ഡ്രിങ്ക്സിന്റെ മെനു ആണ് കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അതിൻ്റെ പേരുകൾ അതെന്താണെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാവേ. ഇറ്റ്സ് ക്വൈറ്റ് ഫണ്ണി ആൻഡ് ക്യാച്ചി. ലേലു അല്ലു, ലേലു അല്ലു, ബോംബെ നാസ്തി, മിഡിൽ മോങ്, ആട് തോമ, കുലുക്കി തക്കത്ത. ഞാൻ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഓർഡർ ചെയ്തേക്കുന്നത് പാൽ പ്രോൺസും ഇടിച്ച ബീഫുമാണ്. അപ്പം നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം കഴിച്ചത് പാൽ പ്രോൺസ് ആണ്. നല്ല ക്രീമി ടെക്സ്ചറാണ് പുറത്ത് വന്നിരിക്കുന്നത്. കാര്യം എസ്പെഷ്യലി ദ പ്രോൺസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പ്രോൺസ് വെൽ കുക്ക്ഡ് ആണ്, നോട്ട് ടു ഓവർ കുക്ക്. അതേപോലെ തന്നെ അത്ര സ്പൈസി അല്ല. പിന്നെ മേടി വന്നിരിക്കുന്ന ആ ഒരു ചെറിയ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് അതിന് സ്പൈസിനെസ് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ ട്രൈ ചെയ്തത് നമ്മുടെ ഇടിച്ച ബീഫാണ്. ഇത് എസ്പെഷ്യലി ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള സംഭവമാണ്. ചെറിയ ക്രിസ്പിനെസ്സും അകത്ത് സോഫ്റ്റ്നെസ്സും ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. ആൻഡ് വിച്ച് ഈസ് ഗുഡ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കച്ചീസിനൊക്കെ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് നമ്മുടെ ഇടിച്ച ബീഫ്. അപ്പോൾ ഞാൻ മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്തേക്കുന്നത് മട്ടൻ പെരട്ട്, കാന്താരി പ്രോൺസ്, തെക്കൻ ചിക്കൻ റോസ്റ്റ്, പൊറോട്ട ആൻഡ് അപ്പം. സാധാരണ ഓസ്ട്രേലിയയിൽ കിട്ടുന്ന പൊറോട്ട എന്ന് പറഞ്ഞാൽ ഫ്രോസൺ പൊറോട്ടയാണ്. പക്ഷേ ഇവിടുത്തെ പൊറോട്ട ഇവിടെ ഇൻഹൗസ് മെയ്ഡ് ചെയ്ത പൊറോട്ടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട. അപ്പം ഞാൻ ആദ്യം ട്രൈ ചെയ്തത് നമ്മുടെ മട്ടൻ പെരട്ടാണ്. മട്ടൻ പെരട്ടെന്ന് പറഞ്ഞാൽ നല്ല ടെൻഡറായിട്ടുള്ള മീറ്റാണ്. അതുപോലെ തന്നെ ഈ മട്ടൻ അതിൻ്റെ ബോണിലാണ് കുക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെതായ ഒരു യൂണിക് ടേസ്റ്റ് ഇതിനുണ്ട്. അത് ഈ പൊറോട്ടയുടെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് നമ്മുടെ കാന്താരി പ്രോൺസ്. അപ്പോൾ ഈ കാന്താരി പ്രോൺസ് ശരിക്കും കുക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ കോക്കനട്ട് മിൽക്കിലാണ്. അപ്പോൾ ഈ കാന്താരിയുടെ ടേസ്റ്റ് ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അത് കഴിച്ച് കഴിയുമ്പോഴാണ് ആ ഒരു എരിവ് നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. അത് അപ്പത്തിൻ്റെ കൂടെ നൈസ് കോമ്പിനേഷൻ. പിന്നെ കഴിച്ചത് നമ്മുടെ തെക്കൻ ചിക്കൻ റോസ്റ്റ് ആയിരുന്നു. നമ്മുടെ കല്യാണത്തിനൊക്കെ കിട്ടത്തില്ലേ, ആ കല്യാണത്തിനൊക്കെ കിട്ടുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ഇല്ലേ, അതേ ഫ്ലേവർ. അതും അടിപൊളി സാധനം. അത് ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പവും അതിൻ്റെ കൂടെ തന്നെ പൊറോട്ടയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. ഇതെല്ലാം ഒരു മസ്റ്റ് ട്രൈ ഡിഷസ് തന്നെയാണ്. ഡിഫറെൻ്റ് ആയിട്ട് പിടിക്കണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സാധനം. നല്ല നാടൻ ഫുഡും നല്ല നാടൻ വൈബാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഐ ഡു റെക്കമെൻഡ് ദമ്മാറം. Comment your opinion and see you on next video. Bye.